ഇന്നിപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിട്ടുണ്ട് കോൺഗ്രസും സി പി ഐയും ഒരുപോലെ അഴിമതിക്കാരാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്, പറയട്ടെ അഴിമതി. വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരല്ലോ. ഇന്ന അഴിമതി അത് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മന്ത്രിമാർ പാർട്ടി ആരെ സംബന്ധിച്ചാണ് ഉദ്ദേശിക്കുന്നത് എന്ന് പരസ്യമായിട്ട് പറയട്ടെ. ആ പരസ്യമായ വിഭാഗത്തിൽ ഞങ്ങളുണ്ട്. തോന്നിയാസം പോലെ എന്തെങ്കിലും വിളിച്ച് പറയല്ല വേണ്ടേ, വസ്തുത വേണം. ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡൻ്റൊക്കെ പറയുമ്പോൾ വസ്തുതാപരമായിട്ടായിരിക്കണം. ആരോപണം ഉന്നയിക്കാനുള്ള വേദിയായിട്ടല്ല അത് ഉപയോഗിക്കേണ്ടത്. തികച്ചും തെറ്റായ നിലപാടാണ് രാജീവ് ചന്ദ്രശേഖരൻ എന്ന BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റ് എടുത്ത സമീപനം. വെറുതെ പ്രാസ ഒപ്പിച്ച് പറയുകയാണ്. അപ്പോൾ ഞാനതിനെ ശക്തിയായ രീതിയിൽ തന്നെ ഞങ്ങളതിനെ എതിർക്കുകയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ അഴിമതി എന്താണെന്ന് പറയണം, CPM-നെ പറ്റി പറയുമ്പോൾ CPM-ൻ്റെ അഴിമതി എന്താണെന്ന് പറയണം. അത് രണ്ടും പറയാതെ വെറുതെ ഇങ്ങനെ ഒരു വായുവിൽ പ്രസംഗിച്ച് അവസാനിപ്പിക്കുന്ന നില സ്വീകരിക്കാൻ പറ്റില്ല. തെറ്റായ നിലപാട് സ്വീകരിക്കാൻ പറ്റില്ല. ഒരു ഉത്തരവാദപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ നേതാവെന്ന രീതിയിൽ അദ്ദേഹം ഇത്തരം ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന് വസ്തുതാപരമായ അടിസ്ഥാനം ഉണ്ടാവണം. ഒരടിസ്ഥാനം ഇല്ലാതെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ നിലപാട് അതിശക്തിയായുള്ള പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടാണ് വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ മറുപടി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിലെ മരുമകന് പരാതി. അതിൽ ആ പദമൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മാതിരി പ്രയോഗത്തിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടൊന്നും മറുപടിയൊന്നും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഞാൻ ആ രീതിയിൽ ഏതെങ്കിലും തോന്നിയാസം പറയുന്നതിനൊന്നും മറുപടി പറയേണ്ട യാതൊരു കാര്യവും ഞങ്ങൾക്കില്ല. പക്ഷേ രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ പറയുമ്പോൾ CPM-നെയും കോൺഗ്രസിനെയും ഒരുപോലെ രണ്ടും അഴിമതിക്കാരാണ് എന്ന് പറയുമ്പോൾ അഴിമതി എന്താണെന്ന് പറയട്ടെ.